യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. പക്ഷേ പാതിരാത്രിയിൽ ഒരു പഴയ ആൾതാമസമില്ലാത്ത കെട്ടിടത്തിന്റെ സൈഡിലൂടെ നടക്കേണ്ടി വന്നാൽ ഈ യുക്തിയൊക്കെ കാറ്റിൽ പറക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. പെട്ടെന്ന് ശരീരത്തിൽ ഒരു തണുപ്പോ അല്ലെങ്കിൽ ആകെ ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷമോ, നമ്മുടെ തൊട്ടു പിന്നിൽ ആരോ ശ്വാസം എടുക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഭയമൊക്കെ നമ്മുടെ നട്ടലിലൂടെ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന ഒരു നിമിഷമായിരിക്കും അത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കും, അവിടെ ആരോ ഉണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഭയന്ന് നമ്മൾ തരിച്ചു നിന്നു പോകുന്ന ഒരു വല്ലാത്ത നിമിഷം. നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഇതിനെ അതീന്ദ്രിയ ശക്തിയെന്നും അതുമല്ലെങ്കിൽ പ്രേതമെന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത, നിങ്ങളുടെ കാതുകൾക്ക് കേൾക്കുവാൻ സാധിക്കാത്ത ഒന്നിന് നിങ്ങളെ ഇவ்விധം ഭയപ്പെടുത്തുവാൻ സാധിക്കും എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും പ്രേതമെന്ന് കരുതി പേടിച്ചോടിയ പല സംഭവങ്ങൾക്ക് പിന്നിൽ നിഗൂഢമായിട്ടുള്ള ശാസ്ത്രീയ സത്യങ്ങൾ ഒളിത്തിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ശാസ്ത്ര രഹസ്യത്തെ പറ്റിയാണ്. നമ്മൾ സ്വപ്നം കണ്ട പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഭയമൊക്കെ വെറും മിഥ്യയായിരുന്നോ എന്ന് പോലും നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ശാസ്ത്ര സത്യങ്ങൾ. ഇന്ന് നാം സഞ്ചരിക്കുന്നത് ഇരുട്ടിന്റെ വഴികളിലൂടെയല്ല, ഭയത്തിന് പിന്നിലെ വിസ്മയിപ്പിക്കുന്ന ശാസ്ത്ര രഹസ്യങ്ങളിലേക്കാണ്. ആ രഹസ്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. റെഡിയാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കൊള്ളുക. പരമാവധി സപ്പോർട്ട് എനിക്ക് നൽകുക. കാരണം ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാൻ എന്നെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള സപ്പോർട്ടുകളാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. നമ്മൾ കാണുന്നതിനേക്കാളും നമ്മൾ കേൾക്കുന്നതിനേക്കാളുമൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി, നമ്മളെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ ആ ഒരു തോന്നൽ, അത് സത്യത്തിൽ ഒരു പ്രേതത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷമൊന്നുമല്ല. അവിടെയാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇൻഫ്രാസൗണ്ട് എന്നുള്ളത്. നമുക്ക് ചുറ്റിനും അനുഭവപ്പെടുന്ന പല തരത്തിലുള്ള ശബ്ദങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളാണ് ഈ നമ്മളെ പലപ്പോഴും ഭ്രാന്ത് പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മരണഭയത്തിലേക്ക് പോലും തള്ളിവിടുന്ന ഈ ഒരു ഇൻഫ്രാസൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഇൻഫ്രാസൗണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, മനുഷ്യൻ്റെ കാതുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത അത്ര ലോ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസൗണ്ട് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 20 ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ പൊതുവെ ഈ ഒരു ഇൻഫ്രാസൗണ്ട് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വിളിക്കുന്നത്. നമുക്കിത് കേൾക്കാൻ സാധിക്കില്ല എന്ന് കരുതി ഇതിന് ശക്തിയില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ആനകൾക്കും അതേപോലെ തിമിംഗലങ്ങൾക്കും കിലോമീറ്ററുകൾക്കപ്പുറം ആശയവിനിമയം നടത്തുവാൻ സഹായിക്കുന്നത് ഈ ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ തന്നെയാണ്. എന്നാൽ മനുഷ്യരിൽ ഇത് ഉണ്ടാക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൂടിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. നമ്മുടെ കാതുകൾ ഈ ശബ്ദം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരം ഇത് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഗവേഷകർ ഈ അടുത്തിടെയായിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയുണ്ടായി. അതുപ്രകാരം ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ഫിയർ അഥവാ അകാരണമായിട്ടുണ്ടാകുന്ന ഭയം, അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ തരംഗങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ അപകട സാധ്യത ഉള്ളതാണ് എന്ന രീതിയിലാണ് ശരീരം അതിനെതിരെ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഭയത്തിൻ്റെ ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസം ഒരു തടസ്സമുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും, ശരീരം വിറയ്ക്കും. അപ്പോൾ ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് വരും. ഇതെല്ലാം ശാരീരികമായിട്ടുണ്ടാകുന്നതാണല്ലോ എന്ന് നമുക്ക് സമാധാനിച്ചിരിക്കാം. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല. അതിനകത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്.
ഇൻഫ്രാസൗണ്ട് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ ചതിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ ലളിതമായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പഴയ കെട്ടിടത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ ആൾതാമസമില്ലാത്ത കെട്ടിടത്തിലൂടെ നടക്കുമ്പോൾ നമ്മുടെ പെരിഫറൽ വിഷനിൽ നിഴൽ അനങ്ങുന്നത് പോലെയോ, ആരോ പെട്ടെന്ന് ഓടി മറയുന്നത് പോലെയോ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെ ആരുമില്ല എന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രേതത്തെയൊക്കെ കണ്ടു എന്ന് പലരും വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഇതിന് പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിസിക്സ് കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പ്രത്യേക വേഗതയിൽ ഈ അവയവം പ്രകമ്പനം കൊള്ളുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ കണ്ണിന്റെ കാര്യം എടുക്കാം. അത് ഏകദേശം 18 മുതൽ 19 ഹെർട്സ് വരെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഫ്രാസൗണ്ട് തരംഗങ്ങളൊക്കെ ഏകദേശം ഇതേ ഫ്രീക്വൻസിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അതായത് 18.9 ഹെർട്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണികളെ വളരെ മൈന്യൂട്ടായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് വിറപ്പിക്കുവാനായിട്ട് തുടങ്ങും. ഇതിനെ നമ്മൾ ശാസ്ത്രത്തിൽ റെസണൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു വിറയൽ വളരെ ചെറുതായതുകൊണ്ട് കണ്ണുകൾ വിറയ്ക്കുന്നത് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല എന്ന് വരും. പക്ഷേ നമ്മുടെ കാഴ്ചയിലാകട്ടെ അത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കൃഷ്ണമണിയൊക്കെ വിറയ്ക്കുമ്പോൾ പ്രകാശം കണ്ണിലേക്ക് വളരെ കൃത്യതയില്ലാത്ത രീതിയിലേക്ക് പതിക്കുവാനായിട്ട് തുടങ്ങും. ഇത് നമ്മുടെ കാഴ്ചയിൽ അവ്യക്തമായിട്ടുള്ള ചില നിഴലുകൾ, ചില ഷാഡോസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ നിഴലുകൾ മിക്കവാറും ഐ കോർണേഴ്സിലാണ് ഉണ്ടാകുക എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് നാം നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ വശങ്ങളിലേക്ക് പോകുമ്പോൾ, വശങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ട് തലച്ചോറിന് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഭയം കാരണം നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഹോർമോണുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോർട്ടിസോൾ, അതൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ണിൽ ഈ നിഴൽ കൂടി കാണുന്നതോടുകൂടി നമ്മുടെ തലച്ചോറ് ഉടനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലൊക്കെ എത്തും. അവിടെ ഒരു രൂപമുണ്ട്, ആ രൂപം അനങ്ങുന്നത് പോലെയൊക്കെയുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. സത്യത്തിൽ അത് രൂപമല്ല, മറിച്ച് ഇൻഫ്രാസൗണ്ട് പോലെയുള്ള ഒരു ശബ്ദ തരംഗം നിങ്ങളുടെ കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കുന്ന വെറും ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഉദാഹരണങ്ങളോട് പറയാം. നിങ്ങളൊരു സ്പീക്കർ എടുക്കുക, അതിന് മുകളിൽ വെള്ളം നിറച്ച ഒരു പാത്രം വെച്ചു എന്ന് കരുതുക. ഇപ്പോൾ സ്പീക്കറിൽ നിന്ന് ശബ്ദം വരും, നല്ല ഹൈ ബാസ് ശബ്ദം വരുമ്പോൾ ആ വെള്ളം ഇരുന്ന് ചെറുതായിട്ട് വിറയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെയാണ് ഇൻഫ്രാസൗണ്ടും നമ്മുടെ കണ്ണിനോട് ചെയ്യുന്നത് എന്നൊന്ന് താരതമ്യം ചെയ്തു നോക്കും. ഈ വിറയലിന് കാഴ്ചകൾ മങ്ങുന്നതിനെയാണ് നമ്മൾ പ്രേതമെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഭയത്തോടു കൂടി പറയാറുള്ളത്. ശ്രദ്ധിക്കുക, പഴയ കെട്ടിടങ്ങളിലെ വലിയ ഹാളുകളിൽ കാറ്റ് വീശുമ്പോഴോ പഴകിയ വായു സഞ്ചാരമുള്ള പൈപ്പുകളിലൂടെയൊക്കെ വായു കടന്നു പോകുമ്പോഴോ സ്വാഭാവികമായിട്ടും ഇൻഫ്രാസൗണ്ട് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ഇത് അനുഭവപ്പെടുന്ന ഒരാൾക്ക് താനൊരു പ്രേതത്തെ കണ്ടുവെന്നോ അവിടെ വർണ്ണിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നോ ഒക്കെ അപ്പോൾ തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ആ കെട്ടിടം പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാസൗണ്ട് തരംഗങ്ങളോട് നമ്മുടെ ശരീരം കാണിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പേടി മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. ഇൻഫ്രാസൗണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കേവലം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇത് നമ്മുടെ നാഡീവ്യൂഹത്തെയും അതേപോലെ ആന്തരിക അവയവങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു സംഗതി കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് അവയുടേതായിട്ടുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ശരീരത്തിൽ പതിക്കുന്ന ആ ഒരു സമയത്ത് അവ ഈ അവയവങ്ങളുമായിട്ടൊക്കെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം നെഞ്ചിലെ പേശികളെയൊക്കെ, നമ്മുടെ മസിൽസിനെയൊക്കെ വിറപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങും. ഇത് നമുക്ക് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ നെഞ്ചിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാക്കും. ഭയം കൊണ്ട് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ ചിലർ പറയാറില്ലേ? അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു കാരണം ഇതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഫ്രാസൗണ്ട് ദഹന പ്രക്രിയയും പ്രധാനമായിട്ട് ബാധിക്കാറുണ്ട്. വയറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മനം പുരട്ടലോ അല്ലെങ്കിൽ ഒരു അടിവയറ്റിൽ ഉണ്ടാകുന്ന ഒരു കോളിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സെൻസേഷനൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് കണ്ടെത്തുക. ഇൻഫ്രാസൗണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ അമിഗ്ദല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തെയൊക്കെ ഉത്തേജിപ്പിക്കാറുണ്ട്. തലച്ചോറിൻ്റെ
അലാം സിസ്റ്റം എന്നൊക്കെയാണ് നമ്മൾ ഈ അമിഗ്ദലയെ സാധാരണ വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാമെങ്കിലും ഇല്ലെങ്കിലും അത് തലച്ചോറിലെത്തുമ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കുന്നത് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ശരീരം കോർട്ടിസോൾ അതേപോലെ അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ ഫലം എന്താണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലാവും. കൈകാലുകളൊക്കെ വിയർക്കുന്നത് പോലെ തോന്നും. രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂടും. പുറത്തൊരു അപകടം നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം അതിനോട് പോരാടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടിപ്പോകാനോ തയ്യാറെടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മൾ ഭീകരമായിട്ടുള്ളൊരു പേടി അല്ലെങ്കിൽ അകാരണമായിട്ടുള്ളൊരു ടെൻഷൻ എന്നൊക്കെ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. ശരീരത്തിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും അതിനൊരു കാരണം കണ്ടെത്താനൊരു ശ്രമമൊക്കെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസൗണ്ട് ഏൽക്കുന്ന പ്രത്യേക വ്യക്തികളിൽ ആരോ അടുത്തുണ്ട് എന്നൊരു തോന്നൽ അതിശക്തമായിട്ട് തന്നെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ശാരീരികമായിട്ടുള്ള വിറയലും ഭയവും ഹോർമോണുകളുടെയൊക്കെ ഒരു കളിയും കൂടെ ആകുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദത പോലും ഒരുപക്ഷെ നമ്മളെ വളരെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുവാനായിട്ട് തുടങ്ങും. ഒരുപാട് നേരം ഇൻഫ്രാസൗണ്ട് ഉള്ളൊരിടത്ത് നിൽക്കുന്നത് ഒരാളെ ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലേക്കും വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്കൊക്കെ എത്തിക്കാമെന്നാണ് പറയുന്നത്. കാറ്റും കോളുമുള്ള രാത്രികളിൽ ചിലർക്ക് അകാരണമായിട്ടുള്ള ഒരു പേടി, ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്നതിന് പിന്നിൽ ആ സമയത്തുണ്ടാകുന്ന ഒരു കാറ്റ് സൃഷ്ടിക്കുന്ന ഒരു ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾക്ക് വലിയ പങ്കുണ്ടായേക്കാമെന്നൊക്കെയാണ് പ്രൂവൺ ആയിട്ടുള്ളത്. 2003 ലണ്ടനിൽ നടന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. ഒരു സംഗീത പരിപാടിക്കിടയിൽ പ്രേക്ഷകർ അറിയാതെ അവർ പോലും അറിയാതെ ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ കടത്തിവിട്ടു. ഫലം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. സംഗീതം നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന പല ആൾക്കാർക്കും പെട്ടെന്ന് ഭയങ്കര ഒരു ഡിസ്ട്രെസ്, ഒരു ഭയം, ഒരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടതായിട്ട് പറയപ്പെട്ടു. സംഗീതത്തിൽ മാറ്റം ഒന്നും വന്നില്ല എങ്കിലും അദൃശ്യമായിട്ടുള്ള ആ ഒരു ശബ്ദം അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതായിട്ട് ആ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയേ. പരീക്ഷണം ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ അവരെ കൂടുതൽ സഹായിച്ചു എന്നതാണ് വസ്തുത. മനഃശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് സജഷൻ അഥവാ മുൻവിധി എന്നൊക്കെ പറയും. ഒരു സ്ഥലത്ത് പ്രേതമുണ്ടെന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ മസ്തിഷ്കം ആ വിവരം അത് തലച്ചോറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് നമ്മൾ അവിടെ എത്തുമ്പോൾ സംഭവിക്കുന്ന ഏത് ചെറിയ കാര്യത്തിനും, ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റത്ത് ഒരു വാതിൽ അടയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് പ്രേതബാധയായിട്ടാണ് നമ്മുടെ തലച്ചോറ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമല്ലാത്ത പല രൂപങ്ങളിലും പരിചിതമായിട്ടുള്ള രൂപങ്ങൾ, അതായത് പ്രത്യേകിച്ച് മനുഷ്യമുഖങ്ങളൊക്കെ നമുക്ക് കാണാൻ നമ്മുടെ തലച്ചോറിന് ഒരു കഴിവുണ്ട്. അതിനെ പെരിഡോലിയ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. ആദിമ മനുഷ്യർക്ക് വന്യമൃഗങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ള രൂപങ്ങളെ വേഗത്തിൽ തിരിച്ചറിയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിണാമ പ്രക്രിയ ഇന്നും നമ്മുടെ തലച്ചോറിലുണ്ട്. ഉദാഹരണത്തിന് ഇരുട്ടുള്ള ഒരു മുറിയിലെ അലമാരയിൽ തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കണ്ട പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ എയറിൽ നിൽക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ പെരിഡോലിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാരണമാണ് ഇങ്ങനെ തോന്നുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ മസ്തിഷ്കം വിടവുകൾ നികത്താൻ ശ്രമിക്കുകയും അവിടെ ഒരു രൂപമുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് സയൻറ്റിഫിക് ആയിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാനുള്ളത്. പലരും പറയാറുണ്ട് പ്രേതം എൻ്റെ നെഞ്ചത്ത് വന്നിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ ലളിതമായിട്ടുള്ള ഒരു ശാരീരിക മാനസിക അവസ്ഥയുണ്ട്. അതാണ് സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരവസ്ഥാവിശേഷമായിട്ടാണ് പറയുന്നത്. ശരീരം ഉറക്കത്തിലായിരിക്കുകയും മനസ്സ് ഭാഗികമായി ഉണരുകയും ചെയ്യുമ്പോൾ നമുക്ക് അനങ്ങാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ വിശദീകരണം. ഈ അവസ്ഥയിൽ ശ്വസിക്കാൻ നമുക്ക് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ട് തോന്നും. അപ്പോൾ നെഞ്ചിൽ ആരോ കയറി ഇരിക്കുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. മുറിയിൽ ആരോ ഉള്ളത് പോലെയൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടാവാറുണ്ട്. ഈ ഭയപ്പെടുത്തുന്ന ഈ ഒരു അനുഭവം ആളുകൾ പൊതുവെ പ്രേതബാധയായിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. കാരണം ഇങ്ങനൊരു അവസ്ഥയെ നമുക്ക് വേറെ ഒന്നും കൊണ്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഐഡിയോമോട്ടോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേശികൾ ചലിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഈ ഓജാ ബോർഡ് പോലെയൊക്കെയുള്ള കളികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ നാണയമോ പോയിന്ററോ തനിയെ നീങ്ങുന്നത്
ഇതിനൊരു ഉദാഹരണമായിട്ടാണ് ശാസ്ത്രലോകം പൊതുവെ വിശദീകരിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ചോദ്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരത്തിലേക്ക് നമ്മുടെ കൈകൾ നമ്മൾ പോലും അറിയാതെ തെന്നി നീങ്ങി എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് ഏതെങ്കിലും ആത്മാവ് ചെയ്തതാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്നു എന്നതാണ് ഇതിന് ശാസ്ത്രലോകം നൽകുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മൃഗങ്ങളൊക്കെ അസ്വാഭാവികമായിട്ട് പെരുമാറുന്നത് നമ്മൾ പല വീഡിയോകളിലും അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിന് പിന്നിലും ഇൻഫ്രാസൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കുക. സുനാമി, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് തൊട്ട് മുൻപേ അന്തരീക്ഷത്തിൽ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഇൻഫ്രാസൗണ്ട് തരംഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നതാണ് പറയുന്നത്. മനുഷ്യർക്ക് അത് കേൾക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. എങ്കിലും ആനകളോ ഈ നായ്ക്കൾ പോലെയുള്ള ചില മൃഗങ്ങളുണ്ട്. അവർക്കിത് തീർച്ചയായിട്ടും നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ മുൻകൂട്ടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. നമ്മുടെ പൂർവികർ ഇതിനെ മൃഗങ്ങളുടെ ദൈവിക ശക്തി എന്നൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കേവല ശാസ്ത്രമാണ് എന്ന് പിന്നീട് തെളിയിക്കുകയും ചെയ്തു. ഇൻഫ്രാസൗണ്ടും പ്രേതബാധയും തമ്മിലുള്ള ബന്ധം ലോകത്തിന് മുന്നിൽ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിട്ടുള്ള വിറ്റ് ആൻഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ ലബോറട്ടറിയിൽ രാത്രി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. കാഴ്ചയുടെ ആ ഒരു കോർണറിൽ ഒരു രൂപത്തെ അദ്ദേഹം വ്യക്തമായിട്ട് കാണുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പേടിച്ച് ഓടിപ്പോകുന്നതിന് പകരം അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ് അവിടെ ചിന്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ ലബോറട്ടറിയിലെ ഒരു എക്സോസ്റ്റ് ഫാൻ 18.9 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള ഇൻഫ്രാസൗണ്ട് പുറപ്പെടുവിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കണ്ടെത്തലിലൂടെയാണ് ലോകമെമ്പാടുമുള്ള പല പ്രേതബാധയുടെ രഹസ്യങ്ങളുടെയും ചുരുളഴിഞ്ഞത് എന്ന് മനസ്സിലാക്കുക. കാടുകളിലും പഴയ വീടുകളിലും മാത്രമല്ല, തിരക്കേറിയ നഗരങ്ങളിൽ പോലും ഈ ഒരു ഇൻഫ്രാസൗണ്ട് നമ്മളെ വേട്ടയാടാറുണ്ട് എന്നതാണ് സത്യം. വലിയ എയർ കണ്ടീഷനുകൾ, വിമാനങ്ങൾ, കാറ്റാടി മില്ലുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ എന്നിവ ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. അപ്പോൾ ഈ നഗരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ചില സമയങ്ങളിൽ അകാരണമായിട്ടുള്ള ക്ഷീണം, തലവേദന, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്ന് ചില പരാതികൾ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിന് കാരണം ഇതായേക്കാം എന്നുകൂടി പറയുന്നുണ്ട്. ഇതിനെ സിക്ക് ബിൽഡിംഗ് സിൻഡ്രം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് ശാസ്ത്രജ്ഞർ ഇന്ന് ലാബുകളിൽ ഇൻഫ്രാസൗണ്ട് ഉപയോഗിച്ച് കൃത്രിമമായിട്ട് പ്രേതാനുഭവം സൃഷ്ടിക്കാറുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഒരാളെ കണ്ണ് കെട്ടി ഇരുത്തിയിട്ട് ഇൻഫ്രാസൗണ്ട് ഏൽപ്പിച്ചാൽ ആ മുറിയിൽ ആരുമില്ലെങ്കിൽ പോലും ആരോ എന്നെ തൊട്ടു, അല്ലെങ്കിൽ ആരോ എൻ്റെ പിന്നിൽ വന്നു നിന്നു എന്ന് പരീക്ഷണത്തിൽ പങ്കെടുത്തവർ പറയാറുണ്ട് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ബാഹ്യമായിട്ടുള്ള തരംഗങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് ശാസ്ത്രലോകം ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളിനി ഒരു പഴയ തറവാട്ടിലോ അല്ലെങ്കിൽ വളരെ വിജനമായിട്ടുള്ള വഴികളിലൂടെയോ ഒറ്റയ്ക്കായി പോകുന്ന ഒരു സമയത്ത് പിറകിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഭയന്ന് നിങ്ങളുടെ ശരീരം വിറച്ചു നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായാൽ, നിങ്ങൾ ഓർത്തുകൊള്ളുക, അത് നമ്മളിന്ന് ചർച്ച ചെയ്ത തരത്തിലുള്ള ചില അദൃശ്യ ശബ്ദ തരംഗങ്ങളായേക്കാം എന്നുള്ളത്. നിങ്ങളുടെ കണ്ണുകളെ പോലും ചതിക്കുന്ന, നിങ്ങളുടെ ഹൃദയമിടിപ്പിനെ പോലും വലിയ രീതിയിൽ നിയന്ത്രിക്കുന്ന വെറുമൊരു ഫിസിക്സിലെ ഒരു പ്രതിഭാസം മാത്രമായി ഇതിനെ നമുക്ക് കാണാം. പക്ഷേ ശാസ്ത്രം ഇത്രയൊക്കെ വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ ഇന്നും സാധിക്കാത്ത ചില അനുഭവങ്ങൾ പലരും ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. ആ അനുഭവങ്ങളെല്ലാം ഞാൻ ഇന്ന് സൂചിപ്പിച്ചതുപോലെ വെറും ശബ്ദതരംഗങ്ങൾ മാത്രമാണോ എന്ന് കൂടി എല്ലാവരും ചിന്തിക്കുന്നു. അതോ ശാസ്ത്രം ഇനിയും കണ്ടെത്താനിരിക്കുന്നതായിട്ടുള്ള അദൃശ്യമായ മറ്റൊരു ലോകം കൂടി നമുക്ക് ചുറ്റുമുണ്ടോ എന്നൊരു ചോദ്യം. ഉത്തരം നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ് ഞാൻ. അടുത്ത തവണ ഇരുട്ടിൽ ഒരു നിഴൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ ആ നിഴൽ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അന്ന് നമുക്ക് ശാസ്ത്രത്തെ മാറ്റി നിർത്തി വീണ്ടും കാണാം. Until then, stay tuned. My Science Garage.